ഹലോ ചിൽഡ്രൻ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കെമിക്കൽ കൈനറ്റിക്സ് എന്ന ചാപ്റ്ററിലെ ചോദ്യങ്ങളാണ്. 2025 കീം എക്സാമിനേഷനിൽ വന്നിട്ടുള്ള കെമിക്കൽ കൈനറ്റിക്സ് എന്ന ചാപ്റ്ററിലെ ചോദ്യങ്ങളാണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. റൈറ്റ്, നമുക്ക് നോക്കാം. ബിഫോർ ദാറ്റ് പ്ലീസ് be informed about മാസ്റ്റർ കീം 2026, ഒരു ഇൻറ്റൻസീവ് ക്രാഷ് കോഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. മാസ്റ്റർ കീം 2026 എന്ന ക്യാപ്ഷനിൽ CBSE സ്ട്രീമിലുള്ള കുട്ടികൾക്ക് ക്ലാസ് തുടങ്ങുന്നത് മാർച്ച് 13-ാം തീയതിയാണ്. അതേസമയം സ്റ്റേറ്റ് സിലബസിലുള്ള കുട്ടികൾക്ക് ക്ലാസ് തുടങ്ങുന്നത് മാർച്ച് 18-ാം തീയതിയിൽ. അപ്പോൾ രണ്ട് ടൈപ്സ് ഓഫ് കാറ്റഗറി 1, 2 എന്ന രീതിയിലാണ് ക്ലാസ് തുടങ്ങുന്നത്. ആ കോഴ്സിൽ ഇൻറ്റൻസീവ് ക്രാഷ് കോഴ്സ് ഓഫ്ലൈനായിട്ടും ഉണ്ട്, ഓൺലൈനായിട്ടും അവൈലബിൾ ആണ്. അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് പ്രോഗ്രാം, എങ്ങനെയാണ് ആ പ്രോഗ്രാം നടക്കുന്നത്, അതിലെന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്, ചാപ്റ്റർ വൈസ് റിവിഷൻസ് എങ്ങനെയാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്, ഡെയിലി മോക്ക് എക്സാംസ് എങ്ങനെയായിരിക്കും, അതിൻ്റെ ഡിസ്കഷൻ ക്ലാസ്സുകൾ, മെറ്റീരിയൽ, എല്ലാ ഫെസിലിറ്റീസിനെ കുറിച്ചും ഡീറ്റെയിൽസിനെ കുറിച്ചും നിങ്ങൾക്ക് ഈ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ലഭ്യമാകുന്നതാണ്. അല്ലെങ്കിൽ ആ കാണിച്ചിരിക്കുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദി എൻറ്റയർ ഡീറ്റെയിൽസ്. ഓക്കെ, so try to share about this information to all the one who are in need of. നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിളിൽ, റിലേറ്റീവ് സർക്കിളിൽ എല്ലാം ആവശ്യം വരുന്ന ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ട കുട്ടികളിലേക്കെല്ലാം ഇത് ഒന്ന് എത്തിക്കാൻ എല്ലാവരും ഒന്ന് ശ്രമിക്കുക കേട്ടോ. പിന്നീട് പറയാനുള്ളത് രണ്ട് കാര്യങ്ങൾ. ഒന്ന് +1 ട്യൂഷനെ കുറിച്ച്, +2 ട്യൂഷനെ കുറിച്ച്. +1 +2 ഡീറ്റെയിൽഡായിട്ട് സബ്ജക്റ്റ് പഠിച്ച് വേണമല്ലോ പരീക്ഷയ്ക്ക് എഴുതാൻ, അല്ലേ? അപ്പോൾ സ്കൂൾ എക്സാംസിൽ ഫുൾ മാർക്ക് മേടിക്കുക എന്നുള്ള ലക്ഷ്യം. അതുപോലെ തന്നെ അത് പഠിക്കുന്ന സമയത്ത് വളരെ ഡീറ്റെയിൽഡായിട്ട് കോമ്പറ്റേറ്റീവ് എക്സാംസിനും കൂടെ വേണ്ടുന്ന രീതിയിൽ ഒരു തയ്യാറെടുപ്പ് നടത്താൻ സാധിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ട് ഓരോ വിഷയങ്ങളും, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ബോട്ടണി, സുവോളജി, ഇതെല്ലാം ഓരോ ചാപ്റ്ററും NCERT കണ്ടൻറ്റ് വളരെ കോംപ്രഹെൻസീവായിട്ട് ഡീറ്റെയിൽഡായിട്ട് ലൈൻ ബൈ ലൈനായിട്ട് എല്ലാ പോയിൻറ്റ്സും നിങ്ങളെ പഠിപ്പിച്ചെടുക്കുന്ന ഒരു കവറേജാണ് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം കെമിക്കൽ കൈനറ്റിക്സിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ദ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് N2O5 ഇൻ ദ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ തന്നിട്ടുണ്ട്. The concentration of N2O5 after 10 minutes തന്നിട്ടുണ്ട്. What is the rate constant of reaction at 310 Kelvin എന്നാണ് ചോദ്യം. അപ്പോൾ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്, 10 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ള കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്, ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ K വാല്യൂ, റേറ്റ് കോൺസ്റ്റൻറ്റ് എത്ര എന്നാണ് ചോദ്യം. ഫോർ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എല്ലാവർക്കും അറിയാം, K ഈക്വൽ ടു 2.303/T log R0/R എന്നാണ് ഫോർമുല. ദ ഇക്വേഷൻ ഫോർ ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് എല്ലാവർക്കും അറിയുന്ന ഫോർമുലയാണ്. K ഈക്വൽ ടു 2.303/T log R0/R. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2.303 ടൈം 10 മിനിറ്റ് ആണ് കേട്ടോ. നമുക്ക് ആൻസറൊക്കെ വേണ്ടത് പെർ മിനിറ്റിലാണ്. ഡിവൈഡഡ് ബൈ 10 log R0 ഇവിടെ കണ്ടത് അതാണ് R0. 1.68 into 10⁻⁻² ഡിവൈഡഡ് ബൈ 0.84 into 10⁻⁻². 0.84 into 10⁻⁻². വെരി സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ്. ഇതൊക്കെ ക്യാൻസൽ ആവും. ഇതിൻ്റെ ഡബിൾ അല്ലേ ഇത്? യെസ്, ഇതിൻ്റെ ഡബിൾ ആണ്. അപ്പോൾ log 2 എന്ന് വരും. സോ ഇറ്റ് ഈസ് 2.303/10 into 0.3010 log 2 അല്ലേ.
ആൻഡ് 2.303 ഇൻറ്റു 0.3010 എന്ന് വെച്ചാൽ അറിയില്ലേ 0.693 ബൈ 10. സോ ഇറ്റ് ഈസ് 0.0693 എന്നാണ് ആൻസർ. ഓപ്ഷൻ 1 അല്ലേ? ഓപ്ഷൻ 1 ഈസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ 1 ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനീഷ്യൽ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്. കോൺസെൻട്രേഷൻ ആഫ്റ്റർ 10 മിനിറ്റ്സ് തന്നിട്ടുണ്ട്. ചോദ്യം കെ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഇൻ്റഗ്രേറ്റഡ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. കെ ഈക്വൽ ടു 2.303 ബൈ ടി ലോഗ് R0 ബൈ ആറിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. കാൽക്കുലേഷൻസ് ഒക്കെ വളരെ സിമ്പിളാണ്. റൈറ്റ്, വി ഗെറ്റ് കെ. ഓക്കെ, അടുത്ത ചോദ്യം, രണ്ടാമത്തെ ചോദ്യം. Which of the following statement is not true? Which of the following statement is not true about a catalyst? It catalyzes the spontaneous reaction. It catalyzes the spontaneous reaction. Correct ആണ്. Spontaneous reactionsനെ catalyze ചെയ്യാനാണ് യൂസ് ചെയ്യുക. A small amount of catalyst can catalyze large amount of reactants. Correct ആണ്. എന്താ പറയുക, ഓപ്റ്റിമം ക്വാണ്ടിറ്റിയെ വേണ്ടു. കാറ്റലിസ്റ്റ് ഒരു എന്താ പറയുക ഹൈ ക്വാണ്ടിറ്റി അല്ലല്ലോ സാധാരണ യൂസ് ചെയ്യുക. കാറ്റലിസ്റ്റ് എപ്പോഴും ഒരു മിനിമൽ ക്വാണ്ടിറ്റിയാണ് ആവശ്യം വരുന്നത്. ആൻഡ് ദാറ്റ് വിൽ കാറ്റലൈസ് എ ബൾക്ക് ക്വാണ്ടിറ്റി ഓഫ് ദ റിയാക്ഷൻ. ഇറ്റ് ഡസ് നോട്ട് ഓൾട്ടർ ജിബ്സ് എനർജി ഓഫ് റിയാക്ഷൻ. കറക്റ്റ് അല്ലേ? ഡസ് നോട്ട് ഓൾട്ടർ ജിബ്സ് എനർജി ഓഫ് ദ റിയാക്ഷൻ. ഇറ്റ് ജസ്റ്റ് ആക്സിലറേറ്റ് ദ റിയാക്ഷൻ. എൻതാൽപ്പിയെയോ മറ്റ് തെർമോഡൈനമിക് ആസ്പെക്ട്സിനോ ചേഞ്ച് ചെയ്യുന്ന ആളല്ല കാറ്റലിസ്റ്റ്. അടുത്തത്, ഇറ്റ് കാറ്റലൈസസ് നോൺ സ്പോണ്ടേനിയസ് റിയാക്ഷൻ. നോക്കുക, ഇത് ശരിയാണ്, ഇത് തെറ്റാണ്. വി വാണ്ട് നോട്ട് ട്രൂ. ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഒരു നോൺ സ്പോണ്ടേനിയസ് റിയാക്ഷനെ ക്യാരി ചെയ്യാൻ ഒരിക്കലും കാറ്റലിസ്റ്റിന് കഴിയില്ല. കാറ്റലിസ്റ്റ് ക്യാൻ കാറ്റലൈസ് എ സ്പോണ്ടേനിയസ് റിയാക്ഷൻ, നോട്ട് എ നോൺ സ്പോണ്ടേനിയസ് റിയാക്ഷൻ. റൈറ്റ്, അപ്പോൾ അത് തെറ്റാണ്. അഞ്ചാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ? ഇറ്റ് ഡസ് നോട്ട് ചേഞ്ച് ദ ഈക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഓഫ് ദ റിയാക്ഷൻ. കാറ്റലിസ്റ്റ് ഡസ് നോട്ട് അഫക്ട് ദ ഇക്വിലിബ്രിയം. കാറ്റലിസ്റ്റ് ഇക്വിലിബ്രിയത്തെ സ്വാധീനിക്കുന്നില്ല, മറിച്ച് ഇറ്റ് ഇൻക്രീസസ് ദ റേറ്റ് ഓഫ് ബോത്ത് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് റിയാക്ഷൻ. ഹെൻസ് ദ ഇക്വിലിബ്രിയം ഈസ് അറ്റൈൻഡ് ഫാസ്റ്റ്. അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഇക്വിലിബ്രിയത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരാളല്ല കാറ്റലിസ്റ്റ്. ഓക്കെ, സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഫോർത്ത് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. കറക്റ്റ് ആൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം. What is the half-life period of a first order reaction whose rate constant is given? Rate constant തന്നിട്ടുണ്ട്, ഹാഫ് ലൈഫ് പീരിയഡ് കാണണം. സിമ്പിൾ അല്ലേ? T half equal to 0.693 divided by K, as it is a first order kinetics. For a first order kinetics, T half equal to 0.693 by K എല്ലാവർക്കും അറിയുന്ന ഒരു പോപ്പുലർ റിലേഷൻഷിപ്പ് ആണ് അല്ലേ? അപ്പോൾ എന്ത് കിട്ടൂടാ? 0.693 ഡിവൈഡഡ് ബൈ കെ എത്രയാ? 2.31 ഇൻറ്റു 10⁻⁻12 ആണല്ലേ? 2.31 ഇൻറ്റു 10⁻⁻12. ഇതിനെ നമുക്ക് 0.231 ഇൻറ്റു 10⁻⁻11 എന്ന് എഴുതാം. എന്തിനാ അങ്ങനെ എഴുതുന്നതെന്ന് ചോദിച്ചാൽ ഇത് ഈസി ആയിട്ട് ക്യാൻസൽ ആവും. ഇതിൻ്റെ 3 ടൈംസ് ആണ്. ഇതിൻ്റെ 3 ടൈംസ് ആണത്. നോക്ക്, 313, 339, 326 അങ്ങനെ കിട്ടും. സോ 10⁻⁻11 ഗോ ടു ടോപ്പ്, 10⁻11 എന്നാവും. സോ ദി ആൻസർ ഈസ് 3 ഇൻറ്റു 10⁻11 എന്ന് നമുക്ക് ആൻസർ ലഭിക്കും. 3 ഇൻറ്റു 10⁻11. 3 in first choice itself is the correct answer. First choice itself is the correct answer. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ടി ഹാഫ് ആണ് കണ്ടുപിടിക്കേണ്ടത്. കെ തന്നിട്ടുണ്ട്. സോ ടി ഹാഫ് ഈക്വൽ ടു 0.693 ബൈ കെയിൽ കൊടുത്തു കഴിഞ്ഞാൽ ആൻസറായി. അതും കാൽക്കുലേഷൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. In the Arrhenius equation, K equal to A e power minus EA by RT.
Which factor correspond to fraction of molecules that have kinetic energy greater than activation energy? K എല്ലാവർക്കും അറിയാം, റേറ്റ് കോൺസ്റ്റന്റ് ആണ്. കെ അറിയാലോ, റേറ്റ് കോൺസ്റ്റന്റ് ആണ്. എ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറീനിയസ് ഫാക്ടർ എന്ന് പറയും, കൊളിഷൻ ഫാക്ടർ എന്ന് പറയും, ഫ്രീക്വൻസി ഫാക്ടർ എന്ന് പറയും, പ്രീ എക്സ്പോണൻഷ്യൽ ഫാക്ടർ എന്ന് പറയും. കെ ഈക്വൽ ടു എ ഇ റേസ് ടു മൈനസ് ഇ എ ബൈ ആർ ടി. ഇത് റേറ്റ് കോൺസ്റ്റന്റ്. ഇതിനെ നമ്മൾ വിളിക്കുന്നത് അറീനിയസ് ഫാക്ടർ എന്ന് പറയും, പ്രീ എക്സ്പോണൻഷ്യൽ ഫാക്ടർ എന്ന് പറയും, ഫ്രീക്വൻസി ഫാക്ടർ എന്ന് പറയും, കൊളിഷൻ ഫാക്ടർ എന്ന് പറയും. ആൻഡ് ദിസ് ഈസ് കോൾഡ് എനർജി ഫാക്ടർ. എന്താ എനർജി ഫാക്ടർ? ദ ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ് ദാറ്റ് ആർ ആക്ടിവേറ്റഡ്. ആക്ടിവേറ്റഡ് മോളിക്യൂൾസിൻ്റെ ഫ്രാക്ഷൻ ആണ് ഇ പവർ മൈനസ് ഇ എ ബൈ ആർ ടി എന്ന് പറയുന്നത്. അതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ് that have kinetic energy greater than activation energy is ആ ഫ്രാക്ഷൻ വേറൊന്നുമില്ല, ഇത് തന്നെ, ഇ പവർ മൈനസ് ഇ എ ബൈ ആർ ടി. ഇ പവർ മൈനസ് ഇ എ ബൈ ആർ ടി. ഇതൊക്കെ റീഡ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും മിസ്റ്റേക്കുകൾ സംഭവിക്കാം, ശ്രദ്ധിച്ച് ചെയ്യണം. ഇ പവർ മൈനസ് ഇ എ ബൈ ആർ ടി, ഫസ്റ്റ് ചോയ്സ് ഈസ് ദ കറക്റ്റ് ആൻസർ. അപ്പോൾ മൈനസ് ഇല്ലാണ്ട് തരും, ചിലപ്പോൾ ആർ ഇല്ലാണ്ട് തരും, ടി ഇല്ലാണ്ട് തരും. അതൊക്കെ നമ്മൾ ഒന്ന് കെയർഫുള്ളായിട്ട് നോക്കിയിട്ട് ആ ഓപ്ഷൻസ് കൃത്യമായി റീഡ് ചെയ്ത് ചെയ്യുക. അവിടെ ഒരു മിസ്റ്റേക്ക് വരുത്താതിരിക്കാൻ ശ്രമിക്കുക. സോ ഇ പവർ മൈനസ് ഇ എ ബൈ ആർ ടി, അതാണ് ഉത്തരം. ആൻഡ് ദാറ്റ് ഈസ് ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ് വിച്ച് ആർ ആക്ടിവേറ്റഡ്. ഓക്കെ, അടുത്ത ചോദ്യം. A first order reaction has a rate constant തന്നിട്ടുണ്ട് 300 Kelvin. What is the half-life period of the reaction in seconds at the same temperature? Again, repeating question ആണ്. റേറ്റ് കോൺസ്റ്റന്റ് തന്നിരിക്കുന്നു, ഹാഫ് ലൈഫ് പീരിയഡ് ആണ് ചോദ്യം. സോ ഇറ്റ് ഈസ് ടി ഹാഫ് ഈക്വൽ ടു 0.693 by k. It is 0.693 divided by k value 6.93 into 10 power minus 4, and that will be 0.693 into 10 power minus 3 എന്നാക്കിയാൽ ഇത് അങ്ങനെ ക്യാൻസൽ ചെയ്ത് പോയി 10 power minus 3 മേളിലേക്ക് പോവും. ആൻസർ ഈസ് 10 power 3, അതായത് 1000. ഫോർത്ത് ചോയ്സ് ഈസ് ദ കറക്റ്റ് ആൻസർ. അപ്പോൾ കുറച്ച് മുന്നേ ചെയ്ത അതേ ചോദ്യം തന്നെയാണ്, കുറച്ച് മുന്നേ ചെയ്ത ഡിക്റ്റോ ക്വസ്റ്റ്യൻ തന്നെയാണ്. റൈറ്റ്, ആ ഡാറ്റ മാത്രം മാറ്റിയിട്ടുണ്ടെന്നേ ഉള്ളൂ, സെയിം ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഫോർ എ ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ടി ഹാഫ് ഈക്വൽ ടു 0.693 by k എന്ന പോപ്പുലർ റിലേഷൻഷിപ്പ് ഉപയോഗിക്കുന്ന ചോദ്യം നമുക്ക് ആവർത്തിച്ച് കാണാൻ സാധിച്ചു. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ആറാമത്തെ ചോദ്യം. Which of the following is true in respect to zero order kinetics ആണ് ചോദ്യം. സീറോ ഓർഡർ കൈനറ്റിക്സിനെ കുറിച്ച് ഒരു ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ് ചോദ്യം. നോക്കാം. പ്ലോട്ട് ഓഫ് റിയാക്ടന്റ് അഗെയിൻസ്റ്റ് ടൈം ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് സ്ലോപ്പ് ഈക്വൽ ടു കെ. അത് ശരിയാണോ? ഫോർ എ സീറോ ഓർഡർ റിയാക്ഷൻ എക്സ് ഈക്വൽ ടു കെ ടി എന്നാണ്. That is R naught minus R equal to KT എന്നാണ്. That is R equal to R naught minus KT എന്നാണ്. That is Y equal to MX plus C. That means Y axis-ൽ reactant concentration, X axis-ൽ time. Right? So you will get a straight line with a നെഗറ്റീവ് സ്ലോപ്പ്. ഇങ്ങനെയാണ് കിട്ടുക. സോ സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫ് ഈക്വൽ ടു മൈനസ് കെ. സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫ് ഈക്വൽ ടു മൈനസ് കെ ആൻഡ് വൈ ഇന്റർസെപ്റ്റ് ഈ പോയിന്റ് ദാറ്റ് ഈസ് ആർ നോട്ട്. ദിസ് ഈസ് സീറോ ഓർഡർ കൈനറ്റിക്സ് ഗ്രാഫ്, പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? അപ്പോൾ സീറോ ഓർഡർ റിയാക്ഷൻ്റെ അപ്പോൾ ഇത് തെറ്റാണ് കേട്ടോ, കെ അല്ല മൈനസ് കെ വരണം. A plot of reactant against time is a straight line with the slope equal to minus k. That is the correct answer. ഇതാണ് ശരിയായിട്ടുള്ള ഉത്തരം. A plot of reactant versus time you get a negative slope. അതാണ് സാധനം. Plot of reactant against time is a straight line, അത് തെറ്റാണ്. Plot of reactant against അതും തെറ്റാണ്. അപ്പോൾ ബാക്കി എല്ലാം തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സെക്കൻഡ് ചോയ്സ് ഈസ് ദ കറക്റ്റ് ആൻസർ.
സീറോ ഓർഡർ റിയാക്ഷൻ്റെ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ഇൻ്റഗ്രേറ്റഡ് ഇക്വേഷൻസ് നന്നായിട്ട് മനസ്സിലാക്കുക. അതിൽ വരുന്ന എന്താ പറയുക, സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫുകൾ, അതിൽ വരുന്ന ഗ്രാഫുകൾ എല്ലാം നന്നായിട്ടൊന്ന് മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. റൈറ്റ്, അതാണ് ആറാമത്തെ ചോദ്യം. ഐ തിങ്ക് ഇറ്റ് ഈസ് ക്ലിയർ. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഏഴാമത്തെ ചോദ്യം. എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഈസ് 75% completed in 6000 seconds at 300 Kelvin. What is the half-life period at the same temperature? വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമല്ലേ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം. ഇറ്റ് ഈസ് എ ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് അല്ലേ? ഇറ്റ് ഈസ് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഫോർ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എവറിബഡി നോ T75% ഈക്വൽ ടു 2 times T half. പഠിച്ചിട്ടുള്ളതാണ്. ഫോർ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ T75% ഈക്വൽ ടു 2 times T half. അറിയുന്ന കാര്യമാണ്. നോക്ക്, 100 becomes 50 and 50 becomes 25. ഇതാണ് T half. ഇത് ഒരു T half and this is what called T75%. So T75% equal to 2 times T half for a first order kinetics. ശരിയല്ലേ? ഇപ്പം എന്താ തന്നിരിക്കുന്നത്? 75%ൻ്റെ ഈ ഡാറ്റ തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് 6000. ചോദിക്കുന്നത് വാട്ട് ഈസ് ഹാഫ് ലൈഫ് എന്നാണ്. അതിൻ്റെ പകുതി 2 T ഹാഫ് ആണ് 6000. അപ്പോൾ T ഹാഫ് എത്ര എന്നാണ് ചോദ്യം. ഇറ്റ് ഈസ് 3000. ഇറ്റ് ഈസ് 3000. നമുക്ക് ആൻസർ വേണ്ടത്, ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇവിടെ സെക്കൻഡിലാണ്. നമുക്ക് ആൻസർ വേണ്ടത് മിനിറ്റിലാണ്. സോ T ഹാഫ് ഈക്വൽ ടു 3000 സെക്കൻഡ് ആണ്. മിനിറ്റിലേക്ക് മാറ്റാൻ ബൈ 60 ചെയ്യാം. സോ ഇറ്റ് ഈസ് 300/6, 50 അല്ലേ? ഇറ്റ് ഈസ് 50. ഫോർത്ത് ചോയ്സ്. അതൊരു ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. തന്നിരിക്കുന്ന T75% 6000 സെക്കൻഡിലാണ്. T ഹാഫ് ചോദിച്ചിരിക്കുന്നത് മിനിറ്റിലാണ്. സോ 2 T ഹാഫ് ഈസ് 6000, ദെർഫോർ T ഹാഫ് ഈസ് 3000. അതിനെ മിനിറ്റിലേക്ക് മാറ്റുക ബൈ 60 ചെയ്യുമ്പോൾ 50 എന്ന ആൻസർ കിട്ടും. ഓക്കെ അല്ലേ? ഇസ് ദാറ്റ് ക്ലിയർ? റൈറ്റ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. എട്ടാമത്തെ ചോദ്യം. Reaction between ammonium and nitrite giving nitrogen and water. Following initial rates were measured. Following initial 3 ഡേറ്റ തന്നിട്ടുണ്ട്. നമുക്ക് ഇനീഷ്യൽ റേറ്റ് തന്നിട്ടുണ്ട്. ചോദ്യം റേറ്റ് ലോ ഏത് എന്നാണ് ചോദ്യം. നോക്കൂ, upon taking data 1 and data 2, ഡാറ്റ 1ഉം ഡാറ്റ 2ഉം എടുക്കുക. ഡാറ്റ 1ഉം ഡാറ്റ 2 എടുത്തു കഴിഞ്ഞാൽ ഈ വാല്യൂ ഫിക്സഡ് ആണ്. ദാറ്റ് മീൻസ് നൈട്രൈറ്റ് കോൺസെൻട്രേഷൻ ഫിക്സഡ് ആണ്. ആൻഡ് യു ക്യാൻ സി ദ അമോണിയം കോൺസെൻട്രേഷൻ എത്രയായി? 1.5 ടൈംസ് ആയി. അമോണിയം കോൺസെൻട്രേഷൻ 1.5 ടൈംസ് ആയി. ആൻഡ് റേറ്റ് ബിക്കംസ് 1.5 ടൈംസ്. നോക്കൂ, 0.01 എന്ന അമോണിയം കോൺസെൻട്രേഷൻ 0.015 ആയി. ദാറ്റ് ഈസ് 1.5 ടൈംസ് ആയിട്ട് കോൺസെൻട്രേഷൻ ഓഫ് അമോണിയം കൂടി. അപ്പോൾ റേറ്റ് കൂടിയത് 2 to 3, ദാറ്റ് ഈസ് 1.5 ടൈംസ്. റൈറ്റ്. സോ വാട്ട് വിൽ ബി ദ പവർ ഓഫ് അമോണിയം? R ഈക്വൽ ടു K ഇൻറ്റു അമോണിയം കോൺസെൻട്രേഷൻ ഇൻറ്റു NO2 മൈനസ് കോൺസെൻട്രേഷൻ. ഇവിടെ ചേഞ്ച് ഒന്നും സംഭവിച്ചിട്ടില്ല. 0.02. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? 1.5 ടൈംസ് ആക്കി. അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു? 1.5 ടൈംസ് ആയി. ദാറ്റ് മീൻസ് ദ പവർ ഹിയർ ഈസ് 1. അമോണിയം ഓർഡർ 1 ആയിരിക്കും. 1.5 raised to 1, 1.5 എന്ന് കിട്ടും.
Okay, so upon making concentration of ammonium 1.5 times, rate becomes 1.5 times. That means power of ammonium equal to 1. Clear? Ini that's considering data 1 and data 2. Now we can consider data 1 and data 3 where quantity of ammonium remained the same. ഇപ്പോൾ നമ്മൾ ഇവിടെ ഒന്നും ചെയ്യുന്നില്ല. അതേസമയം ഹിയർ യു ക്യാൻ സീ ദ ക്വാണ്ടിറ്റി ഓഫ് നൈട്രേറ്റ് 0.01 we are making 0.02. അമോണിയം നൈട്രേറ്റ് ക്വാണ്ടിറ്റി ഡബിൾ ആക്കി. ഈ ക്വാണ്ടിറ്റി നമ്മൾ എന്ത് ചെയ്തു? 2 ടൈംസ് ആക്കി. 2 ടൈംസ്. എങ്ങനെ 2 ടൈംസ്? 0.01 എന്നുള്ള തേർഡ് ഡാറ്റ 0.02 എന്ന ഫസ്റ്റ് ഡാറ്റയെ നോക്ക്. 0.01 become 0.02. And what's happening to the rate? Rate എന്തായി? 0.005 becomes 0.02. 4 times high. Here it becomes 4 times. 0.005 എന്തായി? 0.02 ആയി. 4 times ആയി. So ഇവിടെ ഡബിൾ ചെയ്ത സമയത്ത് ഇവിടെ 4 times ആയി. So what will be the power? പവർ എന്തായിരിക്കും? ഇവിടുത്തെ പവർ 2 വരണം. So 2 raised to 2 you get 4 times. So the power here it will be 2. So the rate equation will be R equal to K into ammonium into NO2 minus square എന്ന് കിട്ടും. റൈറ്റ്? വീണ്ടും പറയുന്നു, ഇത് മാറ്റാതെ ഇത് ഒന്നും ചെയ്യാതെ ഇവിടെ 1.5 ടൈംസ് ആക്കിയപ്പോൾ റേറ്റ് 1 ടൈംസ് ആയി. സോ പവർ ഈസ് 1. ഇനി ഇവിടെ ഒന്നും ചെയ്യാതെ ഇവിടെ ഡബിൾ ചെയ്തപ്പോൾ ഇതിന്റെ ക്വാണ്ടിറ്റി ഡബിൾ ചെയ്തപ്പോൾ ഇവിടെ 4 ടൈംസ് ആയി. ദാറ്റ് മീൻസ് 2 raised to 2 എന്ന് വന്നാലേ 4 വരുള്ളൂ. സോ ദ പവർ ഈസ് 2. സോ ദിസ് ഈസ് ദ റേറ്റ് ഇക്വേഷൻ. ഏത് വരണം ചോയ്സ്? ഏത് വരണം? 5th ചോയ്സ്. ശരിയല്ലേ? 5th ചോയ്സ് ഈസ് ദ കറക്റ്റ് ആൻസർ. ഇതിന്റെ പവർ 1ഉം ഇതിന്റെ പവർ 2ഉം. Is that clear? So upon analyzing data 1 and 2, you can get ammonium power. Upon analyzing data 1 and 3, you can get nitrite order. Okay അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 9ാമത്തെ ചോദ്യം. The first order rate constant for the decomposition of N2O5 is 6.93 into 10 power minus 4 per second. Its half-life period is. So first order rate constant തന്നിട്ടുണ്ട്. Half-life period. Again, it's a repetition. It's a mere repetition. And being a first order reaction, it is N equal to 1. First order reaction ആണ്. N equal to 1. We need half-life. So T half equal to 0.693 by K എന്നാണ്. That is 0.693 divided by K. ഇതാണ് K. 6.93 into 10 power minus 4. And this will be 0.693 into 10 power minus 3. ഇതങ്ങ് ക്യാൻസൽ ആവും. 10 power 3 എന്ന് വരും. ഫസ്റ്റ് ചോയ്സ് ഈസ് ദ കറക്റ്റ് ആൻസർ. 1ാമത്തെ ചോയ്സ് ആണ് കറക്റ്റ് ആൻസർ. എല്ലാം സെക്കൻഡിൽ തന്നെയല്ലേ? അല്ലേ? സെക്കൻഡിലാണ്. ഫസ്റ്റ് ചോയ്സ് ഈസ് ദ കറക്റ്റ് ആൻസർ. യെസ്, വൺസ് അഗൈൻ. അപ്പോൾ ഇതേ പാറ്റേണിലുള്ള ചോദ്യം എനിക്ക് തോന്നുന്നു 3ാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ കാണുന്നത്. ഇതേ പാറ്റേണിലുള്ള ചോദ്യം 3ാമത്തെ പ്രാവശ്യമാണ് ഈ കാണുന്നത്. ടി ഹാഫ് വേഴ്സസ് കെ. ഓക്കെ അല്ലേ? അടുത്തത് 10ാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സീറോ ഓർഡർ റിയാക്ഷൻ എന്നാണ് ചോദ്യം. സീറോ ഓർഡർ റിയാക്ഷൻ. 1ാമത്തേത്. ഇത് ഫാക്ട്സിനെ ബേസ് ചെയ്തുള്ള ചോദ്യമാണ്. ടെക്സ്റ്റ് ബുക്കിലും ഗൈഡുകളിലും ഒക്കെ നമ്മൾ കണ്ട് പരിചയമുള്ള കുറേ എക്സാമ്പിൾസിനെ ബേസ് ചെയ്തിട്ട് വരുന്ന ചോദ്യമാണ്. ഡീകമ്പോസിഷൻ ഓഫ് H2O2. ദിസ് ഈസ് ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ്. നമ്മൾ പഠിക്കുന്നുണ്ട്. ഡീകമ്പോസിഷൻ ഓഫ് H2O2 കാറ്റലൈസ്ഡ് ബൈ അയോഡൈഡ് ഇൻ ആൽക്കലൈൻ മീഡിയം. ഇറ്റ്സ് എ ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ്. റേഡിയോ ആക്റ്റീവ് ഡിക്കേ. എല്ലാ റേഡിയോ ആക്റ്റീവ് ഡിക്കേയും എന്താണ്? ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ആണ്.
ഡീകമ്പോസിഷൻ ഓഫ് N2O5 ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ആണ്. ഡീകമ്പോസിഷൻ ഓഫ് നൈട്രസ് ഓക്സൈഡ് ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ആണ്. സോ ദി ആൻസർ ഷുഡ് ബി ഫിഫ്ത്ത് ചോയ്സ്. അഞ്ചാമത്തെ ചോയ്സ് വേണം ആൻസർ വരാൻ. Decomposition of gaseous ammonia on a hot platinum surface. This is zero order reaction. Decomposition of ammonia on the platinum surface. This is catalyzed by heterogeneous catalyst and the catalytic surface area of the catalyst influences the rate of the reaction and not the change in concentration of ammonia. It's a സീറോ ഓർഡർ റിയാക്ഷൻ. ഈ രീതിയിൽ വരുന്ന ഗ്യാസ് ഫേസ് ഹെട്രോജിനസ് കറ്റാലിറ്റിക് റിയാക്ഷൻസ് മിക്കതും സീറോ ഓർഡർ ആയിരിക്കും. കാരണം ബൈ ചേഞ്ചിങ് ദ ക്വാണ്ടിറ്റി ഓഫ് അമോണിയ യു കാൺ ചേഞ്ച് ദ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ. മറിച്ച് റിയാക്ഷൻ്റെ റേറ്റ് സ്വാധീനിക്കപ്പെടുന്നത് കാറ്റലിസ്റ്റിൻ്റെ സർഫസ് ഏരിയ കൂട്ടുന്നതിലൂടെയാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ആൻസർ കി 10th ക്വസ്റ്റ്യൻ. ഓപ്ഷൻ 5 ആണ് കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം. പ്രീ എക്സ്പോണൻഷ്യൽ ഫാക്ടർ ഇൻ ദ അറീനിയസ് ഇക്വേഷൻ ഈസ് കോൾഡ് ആസ്. പ്രീ എക്സ്പോണൻഷ്യൽ ഫാക്ടർ നേരത്തെ പറഞ്ഞു, എയെ കുറിച്ചാണ് പറയുന്നത്. ഇറ്റ് ഈസ് കോൾഡ് കൊളിഷൻ ഫാക്ടർ, ഫ്രീക്വൻസി ഫാക്ടർ, പ്രീ എക്സ്പോണൻഷ്യൽ ഫാക്ടർ എന്നൊക്കെ പറയും. പ്രോബബിലിറ്റി ഫാക്ടർ അല്ല, ആക്ടിവേഷൻ എനർജി, കൊളിഷൻ ഫ്രീക്വൻസി അല്ല, റിയാക്ഷൻ ഫ്രീക്വൻസി ഫാക്ടർ എന്നാണ് വിളിക്കുക കേട്ടോ. ഫ്രീക്വൻസി ഫാക്ടർ എന്നാണ് വിളിക്കുക. വി ആർ ടോക്കിംഗ് അബൌട്ട് K ഈക്വൽ ടു AE⁻⁻RT. ഇയാളെ കുറിച്ചാണ് ചോദ്യം. ഇറ്റ് ഈസ് കോൾഡ് പ്രീ എക്സ്പോണൻഷ്യൽ ഫാക്ടർ, ഫ്രീക്വൻസി ഫാക്ടർ, അറീനിയസ് ഫാക്ടർ, collision factor, number of binary molecular collisions per second per liter, number of effective binary molecular collisions per second per liter, അതാണ് A എന്ന് പറയുന്ന സാധനം. ഓക്കെ, ക്ലിയർ അല്ലേ? സോ ദ ആൻസർ കീ ഈസ് 5th ചോയ്സ് ആണ് വരിക കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം. ആൻഡ് ദാറ്റ് സീംസ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം ദ ചാപ്റ്റർ. ഈ ചാപ്റ്ററിലെ അവസാനത്തെ ചോദ്യമാണത്. നോക്കാം. In a first order reaction, A giving product, the half-life period is found to be 10 minutes. The rate of reaction in mole per liter per minute at A equal to 0.1 is. നമുക്ക് കാണേണ്ടത് റേറ്റ് ഓഫ് റിയാക്ഷൻ ആണ്, ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. സോ R ഈക്വൽ ടു KA⁻1. K അറിയില്ല, പക്ഷെ ഹാഫ് ലൈഫ് തന്നിട്ടുണ്ട്. സോ യു ക്യാൻ ഫൈൻഡ് ഔട്ട് എന്ത് K കണ്ടുപിടിക്കാമല്ലോ. K ഈക്വൽ ടു 0.693 by T half. That is 0.693 by 10. 0.0693. Right? So you can substitute K 0.693 by 10 into ഇത് എത്രയാണ്? A 0.1. So is the answer. ഇപ്പോൾ 0.1 അപ്പോൾ ഇത് 10 per അല്ലേ, 0.693 into 10 power -2 എന്ന് വരും. -3 ആക്കി കഴിഞ്ഞാൽ 6.93 into 10 power -3 എന്ന് വരും. ശരിയല്ലേ? 6.93 into 10 power -3 എന്ന് വരും. 6.93. Option 2 is the correct answer. Option 2 is the correct answer. Once again, ഇവിടെ ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് തന്നിട്ടുണ്ട്, ഇത് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യണം. ആൻഡ് ദാറ്റ് ക്യാൻ ബി വർക്ക്ഡ് ഔട്ട് ഫ്രം ദിസ് ഫോർമുല. ഇത് പല പ്രാവശ്യം നമ്മളിപ്പോൾ ഈ ഇതിൽ യൂസ് ചെയ്ത് കഴിഞ്ഞു. റൈറ്റ്? അപ്പോൾ ഇത് ഉപയോഗിച്ച് K കണ്ടുപിടിക്കുക, K ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, യു ഗെറ്റ് ദി ആൻസർ. റൈറ്റ്? ആൻഡ് ദാറ്റ് വാസ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം ദ ചാപ്റ്റർ കെമിക്കൽ കൈനറ്റിക്സ്. റൈറ്റ്? അപ്പോൾ കെമിക്കൽ കൈനറ്റിക്സ് എന്ന ഈ ചാപ്റ്ററിൽ നമുക്ക് 12 ചോദ്യങ്ങൾ കാണാൻ സാധിച്ചു. അതായത് 2025 കീം എക്സാമിനേഷനിൽ ആവറേജ് 2 ചോദ്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ആ പേപ്പറിൽ വന്നിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. റൈറ്റ്?
ഓഫ് കോഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ആ ചാപ്റ്ററിലെ ചോദ്യങ്ങളാണ് പരിചയപ്പെട്ടത്. റൈറ്റ്, വീണ്ടും അടുത്ത ഒരു വീഡിയോയിൽ വേറെ ഒരു ചാപ്റ്ററിലെ ചോദ്യങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ, സി യു, ടേക്ക് കെയർ.